സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള തീരുമാനം ലോകബാങ്കിനെ അറിയിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനം. ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയും. കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നദികളിലെ അണക്കെട്ടുകളുടെ ജലസംഭരണ ശേഷി ഉയർത്തും. അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം അവസാനിച്ചു. ഭീകരവാദത്തിനെതിരെ ദില്ലിയിൽ മെഴുകുതിരി തെളിച്ച് കോൺഗ്രസ് പ്രകടനം നടത്തി. ജോയ്സ് ഡാനിയലും ശ്രീനഗറിൽ നിന്ന് നോബിൾ മാരിക്കാരുമാണ് വിവരങ്ങളായുള്ളത്. ആദ്യം ജോയ്സിലേക്ക്. ജോയ്സ്, ഇപ്പോൾ ആഭ്യന്തരമന്ത്രി വിളിച്ച ഉന്നതതല യോഗം അവസാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് അറിയേണ്ടത്. ആദ്യം ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് തീരുമാനങ്ങൾ നടപ്പാക്കേണ്ടത് എന്നതിൽ ആണോ ആലോചന നടന്നത് ഈ യോഗത്തിൽ? സ്മൃതി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സിന്ധു നദി കരാറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കത്ത് കേന്ദ്രം പാകിസ്ഥാന് നൽകിയത്. അതിൽ പ്രധാനമായും ഈ ഒരു കരാർ മരവിപ്പിക്കുന്ന നിർദ്ദേശമാണ് നൽകിയത്. അതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങളാണ് പാകിസ്ഥാനിലും ഒക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വലിയ രീതിയിൽ കൃഷിയെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടുത്തെ കൃഷിയെ സഹായിക്കുന്നത് ഈ സിന്ധു നദീജല കരാറാണ്. ഇത് റദ്ദാക്കുന്നതോടുകൂടി തന്നെ അവിടുത്തെ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം. എന്നാലും ഈ കരാറുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറല്ല എന്നാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൽ മധ്യസ്ഥ വഹിച്ചത് ലോകബാങ്കാണ്. അതുകൊണ്ട് തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ഈ കരാർ റദ്ദാക്കുന്ന കാര്യം അത് ലോകബാങ്കിനെ അറിയിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു യോഗത്തിലെടുത്ത തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഈ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയാനുള്ള നീക്കങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കരാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന നദികളിൽ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അണക്കെട്ടുകളുണ്ട്. അതിന്റെ ജലസംഭരണ ശേഷി ഉയർത്താനുള്ള തീരുമാനവും എടുക്കുന്നുണ്ട്. ഈ കരാർ മരവിപ്പിക്കുന്നത് കർശനമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒപ്പം ഈ പാകിസ്ഥാന് വെള്ളം നൽകാതിരിക്കാനും ഈ പദ്ധതി തയ്യാറാക്കും, അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോകുമെന്നും പറയുന്നുണ്ട്. ഹ്രസ്വകാല ദീർഘകാല അടിസ്ഥാനത്തിലുള്ള 3 പദ്ധതികൾ തയ്യാറാക്കിയെന്നും ജലശക്തി മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ചുരുക്കത്തിൽ ഈ ജലകരാറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കർശന നിലപാടുമായി കേന്ദ്രം മുന്നോട്ട് പോകുന്നു. ഒരു തരത്തിലും പിന്മാറുന്നില്ല. അപ്പം തന്നെ പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ള നീക്കത്തിലേക്കാണ് കേന്ദ്രം പോകുന്നത്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വീട്ടിൽ നടന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഒപ്പം തന്നെ കേന്ദ്ര ജലവകുപ്പ് മന്ത്രിയും ഒക്കെ തന്നെ പങ്കെടുത്തിരുന്നു. കൃത്യമായ പദ്ധതി ഇക്കാര്യത്തിൽ 3 പേരും തയ്യാറാക്കി അത് അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഹ്രസ്വകാല പദ്ധതിയായാലും അല്ലെങ്കിൽ ദീർഘകാല പദ്ധതിയുമായി ബന്ധപ്പെട്ടും ഈ ജലം പാകിസ്ഥാന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കർശന നിലപാടാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല എന്നൊരു ഉറച്ച തീരുമാനത്തിലേക്കാണ് ഇന്നത്തെ യോഗത്തിന്റെ അവസാനം എത്തി നിൽക്കുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള കർമ്മ പദ്ധതികളും കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മെഴുകുതിരി പ്രകടനം റാലി നടന്നിരിക്കുന്നു. രാവിലെ കശ്മീരിലേക്ക് രാഹുൽ ഗാന്ധി പോയിരുന്നു. അതിനുശേഷം ഡൽഹിയിൽ മടങ്ങിയെത്തിയൊരു വലിയ പ്രകടനമാണ് നേരത്തെ കണ്ടത്. ആരൊക്കെ പങ്കെടുത്തു? പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെ ഉണ്ടായിരുന്നു? സ്മൃതി, KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് ഈ ഒരു മാർച്ചിൽ പങ്കെടുത്തത്. മെഴുകുതിരി പ്രതിഷേധം ഈ ഒരു AICC ഓഫീസിന്റെ തൊട്ട് മുന്നിലാണ് ക്രമീകരിച്ചതെങ്കിൽ പോലും അതിനൊരു അനുമതി നൽകാൻ ആദ്യഘട്ടത്തിൽ പോലീസ് തയ്യാറായിരുന്നില്ല. അതിന് പിന്നീടാണ് ഈ ഗാന്ധി സ്ക്വയറിലേക്കുള്ളൊരു മാർച്ച് എന്ന രീതിയിൽ അത് സംഘടിപ്പിച്ചത്. വലിയ ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി. പ്രത്യേകിച്ചും ഈ കശ്മീർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നാണ് കോൺഗ്രസ് ഈ ഒരു മാർച്ചിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിൽ ഉണ്ടായ വീഴ്ച അത് അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കശ്മീരിൽ ഇരകളായവർക്കൊപ്പം നിൽക്കുകയാണ്, അവർക്ക് നീതി കിട്ടണം എന്ന ആവശ്യത്തോടുകൂടി തന്നെയാണ് കോൺഗ്രസ് ഇന്ന് ഈ മെഴുകുതിരി പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാജ്യത്തുടനീളമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഇത്തരത്തിൽ മെഴുകുതിരി പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും കശ്മീരിൽ നിന്ന് രാഹുൽ ഗാന്ധി നേരെ തിരിച്ചെത്തി ദില്ലിയിലെത്തിയ ശേഷമാണ് ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ഏതായാലും വലിയ ആൾക്കൂട്ടമായിരുന്നു അല്പം മുമ്പ് ഈ കോൺഗ്രസിന്റെ ഈ പ്രതിഷേധത്തിന് ഇവിടെ ഉണ്ടായിരുന്നത്. സ്മൃതി.